നമ്മുടെ ജോലിയിലും നമ്മുടെ വരുമാനത്തിലും നമ്മുടെ ഭാര്യ മക്കളിലുമൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും മറ്റ് സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ വെറുതെ എൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്തുള്ള പൊടിയിലേക്ക് ചെന്നപ്പോൾ കുറച്ച് മുളക് തൈകളും വെച്ചിരുന്നു. വെച്ചതാണ്, ഞാൻ വെച്ചിട്ടില്ലെങ്കിലും ആ മുളക് തൈ ഉഷാറായി വളർന്നു വന്നിട്ടുണ്ട്. അത് നന്നായി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മുളക് തൈകളെ ആകമാനം 4-5 തൈകളെ ഒന്നിച്ച് മൂടിയിട്ട് ഒരു പണ്ടത്തെ ചേമ്പിൻ്റെ ഇല പോലെയുള്ള ചെറിയ ഇലകളൊരു വളർന്നിട്ട് ഒരാവശ്യമില്ലാത്ത ചെടി, ആ ചെടി അങ്ങോട്ട് വളർന്നിട്ട് ഈ ചെടികളെ മുഴുവൻ മൂടി നിൽക്കുന്നുണ്ട്. മുളക് ചെടി പുറത്തേക്ക് കാണാത്ത വിധം അതിൽ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഈ വള്ളി ഒന്ന് മുറിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ, മുള്ളുള്ള വള്ളിയാണ് എൻ്റെ വള്ളി, മുറിച്ചു വിടാമെന്നുള്ള നോക്കുമ്പോൾ അതിൻ്റെ മുരട് ഈ മുളക് തൈകളിൽ നിന്ന് ഏറ്റവും നല്ല 2 മുളക് തൈകളുടെ ഇടയിലാണ് ഇതിൻ്റെ മുരടുള്ളത്. അത് പിടിച്ച് പുഴക്കി നോക്കുമ്പോൾ ഒരു 10-15 ശാഖകളായിട്ട് അതിൻ്റെ വള്ളികൾ വളർന്ന് വികസിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം എന്നതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. അങ്ങനെ രാത്രി ഞാൻ വെറുതെ ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് കിടക്കുമ്പോൾ വെറുതെ ഒന്ന് മൊബൈൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു മോലേരി ഒരു മേൽസിലിട്ട വലിയ താടിയൊക്കെ ഉള്ള തലയിൽക്കെട്ടിട്ടുള്ള ഒതുകിയെ തറുക്കാൻ പറ്റുന്ന ഒരു ജീവിയെ പോലെയുള്ള ഒരു സാധനം, ഒതുകിയത്തിൻ്റെ ഇറച്ചി സുന്നികളല്ലാത്തവർക്ക് കൊടുക്കൽ ഹറാമാണ് എന്നും പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ പ്രസംഗം ഒന്ന് കേൾക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ സുന്നികളല്ലാത്തവരൊക്കെ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് അവർക്ക് ഒതുകിയത്തിൻ്റെ ഇറച്ചി കൊടുക്കലും ഹറാമാണ്, അവർ ഒതുകിയത്തിൻ്റെ ഇറച്ചി തന്നാൽ വാങ്ങലും ഹറാമാണെന്നാണ് ഈ ചങ്ങായി പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഉസ്താദെ ആ ഇബാറത്തൊന്ന് എഴുതി വെട്ടാൽ ഷാഫി മദ്ഹബ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഷാഫി മദ്ഹബിൽ ആ ഇബാറത്ത് ഏത് കിതാബിലാണെന്ന് എഴുതി തന്നാൽ അത് ഞങ്ങൾക്കും പ്രസംഗിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചു. പിന്നെ എനിക്ക് കേൾക്കേണ്ട ചീത്തയ്ക്ക് വല്ല കണക്കുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് കിതാബിലാണെന്ന് ചോദിച്ചതിൽ വയറ് നിറച്ച് ചീത്ത എനിക്ക് കേട്ടത്. ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇവിടെ കളകൾക്ക് വല്ലാത്ത വളർച്ചയില്ല. യാഥാർത്ഥ്യത്തിന് മുളക് തൈക്ക് വളർച്ചയില്ല. അതിനെ വളരാൻ അനുവദിക്കുന്നില്ല, അതിനെ കാണാൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ വളവും ആ മുളക് തൈയിലേക്ക് നമ്മൾ നൽകുന്ന വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്തിട്ട് കളകൾ അങ്ങനെ വളർന്നു വരികയാണ്. പല കർഷകരോടും എന്താ അപ്പം പാടത്തൊന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ കള പറിച്ചിട്ട് മുതലാവില്ല ഉസ്താദ് എന്ന കർഷകർക്ക് പറയാറുണ്ട്. അത്ര കളകളാണ് കൃഷിയിലായാലും അതേപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിലായാലും ഇസ്ലാമിൻ്റെ പേരിലായാലും കളകൾക്കാണ് വലിയ സ്വാധീനം. ഞാനെന്നുള്ള എത്ര ആള് ഈ പ്രസംഗം കേട്ടിട്ട് നോക്കുമ്പോൾ അയാൾക്ക് 83,000 ചില്ലാനം വോയിസ് ഉണ്ട്. അപ്പം കളൻ്റെ വലിപ്പം ആലോചിച്ചോണം. ലോകത്തെ ഒരു പണ്ഡിതനും പറയാത്ത, ഒരു മദ്ഹബിൻ്റെ കിതാബിലും ഇല്ലാത്ത, ഇതേവരെ ജീവിച്ചു പോയ നമ്മുടെ പൂർവികരായ ആലിമീങ്ങൾ ആരും പറയാത്ത, കേരളത്തിൽ ജീവിച്ച മൂല്യന്മാരിൽ ജീവിച്ചിരിക്കുന്ന മൂല്യന്മാരിൽ വലിയ വലിയ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ, അവരാരും പറയാത്തൊരു പച്ച നുണ ഷാഫി മദ്ഹബിലെ പ്രബല വീക്ഷണം എന്നും പറഞ്ഞിട്ട് ഒരു പൊട്ടം പറയുമ്പോൾ അത് കേൾക്കാൻ നമ്മുടെ സമൂഹത്തിൽ ആളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ നിലയിൽ ഇന്ന് കളകൾക്ക് ഭയങ്കര വളർച്ച കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. കളകൾക്കാണ് ഇന്ന് വളരെ വളർച്ചയുള്ളത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകൾ ഇപ്പോഴായാലും പിന്നീടായാലും കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്രത്തോളം കളകൾ നമ്മുടെ തലയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ദീനിലും നമ്മുടെ ദുനിയാവിലും ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആ കളയെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ അറിയാതെ നമ്മൾ കാഫിറായി പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. കുഫർ നമ്മിലുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഈമാനാണ്, ഇസ്ലാമാണ് എന്നൊക്കെ വിചാരിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന
പലതും നമ്മളെ കുഫറിലേക്ക് കൂട്ടുന്നുണ്ട് എന്നത് വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ വിഭാഗം അവന് വല്ല ഗുണം കിട്ടിയാൽ അല്ലാഹു തആല എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്താൽ നല്ല സമാധാനം, അൽഹംദുലില്ലാ അല്ലാഹു തആല എനിക്ക് നന്നായി തരുന്നുണ്ട്. വല്ല പ്രയാസം വന്നാല്, വല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാല്, അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യം നടക്കാതിരുന്നാല്, അല്ലെങ്കിൽ ഒരു രോഗം വന്നാല് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ദുനിയാവും ആഖിറവും ഒക്കെ നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്കലബാല വജീഹി, അവൻ മുഖം കുത്തി വീഴുന്നൊരവസ്ഥ അവൻ ഉണ്ടാകുന്ന. ഇത്രമാത്രം പൊറുതികേട് കാണിക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കാനോ കാര്യങ്ങൾ ഗ്രഹിക്കാനോ, എവിടെയാണ് പഴവ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അബദ്ധം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കാത്ത ഒരു വിഭാഗമായി നമ്മൾ മാറുകയാണ്. അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും സാർവത്രികമായ ഈ പരീക്ഷണമാണ് രോഗം എന്ന് പറയുന്നത്. എന്താണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ? നീ കാഫിറാകുന്നുണ്ടോ മൂമിനാകുന്നുണ്ടോ എന്നുള്ള പരീക്ഷിക്കുകയാണ്. ഇപ്പൊ എന്റെ ഈമാനിന്റെ ബലം എത്രത്തോളം ഉണ്ട്? ചെറിയൊരു പ്രയാസം വരുമ്പോ, രോഗം വരുമ്പോ ഈ രോഗം അള്ളാഹുവിനെ മറക്കുന്ന, അല്ലാഹു അല്ലാത്ത ശക്തികളിൽ അഭയം തേടുന്ന ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നതാണ് ഈ പരീക്ഷണത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അൻസലദ്ദാഅ വദ്ദവാഅ, അല്ലാഹു തആല രോഗമിറക്കിയതുപോലെ അല്ലാഹു തആല മരുന്നും ഇറക്കിയിട്ടുണ്ട്. രണ്ടുമുണ്ട്. അല്ലാഹുവാണ് രോഗമിറക്കിയവൻ, നമുക്ക് രോഗം തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അറിയാതെ നമ്മൾ ആരും രോഗികളായി മാറില്ല, നമുക്ക് രോഗം വരില്ല. ഇത് അല്ലാഹു അറിയാത്തൊരു കാര്യമല്ല. അതേപോലെ തന്നെ അല്ലാഹു തആല നമുക്ക് രോഗം തന്നാൽ വജഅല ലികുല്ലി ദാഇൻ ദവാഅൻ, ഏത് രോഗം വന്നാലും അതിനൊക്കെ മരുന്നും അല്ലാഹു തആല തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലാഹു തആല തന്നെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഫതദാവു വലാ തദാവു ബിഹറാം, നിങ്ങൾ ചികിത്സിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. എന്തുകൊണ്ടാണ് ചികിത്സിക്കണം എന്ന് റസൂലുള്ള പറയുന്നത്? കാരണമുണ്ട്. അല്ലാഹു അല്ലേ രോഗം തന്നത്, അത് മാറ്റുന്നവനും അല്ലാഹു അല്ലേ, പിന്നെ എന്തിനാ നമ്മൾ ചികിത്സിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചിന്ത സ്വാഭാവികമായും വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും വരാം. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിന് മാത്രം നിങ്ങളുടെ ഈമാൻ ശക്തമായിട്ടില്ല. തദാവു, നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക, പക്ഷെ വലാ തദാവു ബി ഹറാം, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. മുല്ല അലിയിൽ ഖാരി അദ്ദേഹത്തിന്റെ മിർകാത്തുൽ മഫാത്തിഹിന്റെ 4-ാമത്തെ വാള്യം 503-ാമത്തെ പേജിൽ ഈ ഹദീസ് വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് രോഗം തന്നത്, അല്ലാഹു തന്ന രോഗത്തിന് ചികിത്സിക്കണ്ട എന്നൊന്നും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ചികിത്സിക്കണം, പക്ഷെ അത് ഹറാമായ മാർഗത്തിലാവരുത്. അവിടെയും അപകടം വരാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മുടെ ഈമാനിന് കേടുവരുത്തുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ചികിത്സകളിലൂടെ കടന്നു വരുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, മരുന്നില്ലാത്ത ഒരു രോഗവും അല്ലാഹു ഇറക്കിയിട്ടില്ല. ഫഇദാ ഉസീബ ദവാഉ ദാഇ, ആ രോഗത്തിന്റെ മരുന്ന് ഒത്തുവരുമ്പോ ബരിഅ ബിഇദ്നില്ല, അല്ലാഹുവിന്റെ ഇറാദത്ത് അതിനോട് കെട്ടുപെടുകയാണെങ്കിൽ രോഗശമനം ഉണ്ടാകും. അല്ലാഹുവിന്റെ ഇറാദത്ത് അല്ലാഹു തആല കരുതണം. ആ മരുന്ന് തന്നെ ആയിക്കോട്ടെ. പാരസെറ്റമോൾ കഴിക്കുന്ന ഒരാൾക്ക് പനിയാണ്, പാരസെറ്റമോൾ കഴിക്കുന്നു, അത് ആ മരുന്ന് പനിക്ക് നിശ്ചയിക്കപ്പെട്ട മരുന്നാണ്. പക്ഷെ ഇതിനില്ല, അള്ളാഹുവിന്റെ ഇതിനവിടെ വരാതെ അവിടെ രോഗശമനം ഉണ്ടാവില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ്. മഹാനായ ഷെയ്ഖ് മുല്ല അലിയിൽ ഖാരി ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ ഇതിനില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാൻ കാരണം ആളുകൾ തെറ്റിദ്ധരിക്കാതെ ഊഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നദ്ദവാമ മുസ്തഖില്ലും ഫിശ്ശിഫാൽ, മരുന്നിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ നിന്ന് ആളുകളെ തിരുത്താനാണ് റസൂലുള്ള ഈ വാക്ക് ഉപയോഗിച്ചത്. മിർകാത്തിന്റെ
4-ാമത്തെ വാള്യം 473 പേജിലുള്ള ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. കിതാബിൽ നിന്ന് കാണാതെ എൻ്റെ വക ആ പറഞ്ഞ ആ മൗലവിമാർ പറയും പോലെ എൻ്റെ വക സ്വന്തം ഒന്നും ദീനിൽ ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നരകം ഉറപ്പാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കിതാബിനും ഓരോ വിഷയത്തിനും അത് ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന ആള് പറഞ്ഞതാണ് എന്ന് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ്. ഏതായാലും അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈമാൻ പഴിച്ചു പോകും. പാരസെറ്റാമോളിന് പനി മാറ്റാനുള്ള കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ പഴിച്ചുപോയി. രോഗം മാറ്റാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനല്ലാതെ രോഗം മാറ്റാൻ കഴിയില്ല. അപ്പൊ പാരസെറ്റാമോൾ രോഗം മാറ്റുമെന്നൊരാൾ വിശ്വസിച്ചാൽ, പനി മാറ്റുമെന്ന് വിശ്വസിച്ചാൽ അത് ഈമാനിന് ഓട്ടം വരുന്ന ഒന്നാണ്. അതിന്റെ അർത്ഥം ചികിത്സിക്കണ്ട എന്നല്ല. അള്ളാഹുവാണ് ചികിത്സയ്ക്ക് ശമനം നൽകുന്നവനും മരുന്ന് നൽകുന്നവനൊക്കെ അള്ളാഹുവാണ്. ഇമാമുകൾ രേഖപ്പെടുത്തുന്നു വൽ ഹഖു അന്നമൻ വസിക. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയുടെ 10-ാമത്തെ വാള്യം 173 പേജിൽ പറയുന്നത് കാണാം. വൽ ഹഖു അന്നമൻ വസിക ബില്ലാഹി. വല്ലവനും അള്ളാഹുവിൽ യഥാർത്ഥ ഈമാനും ഉറപ്പുമുള്ള ഒരാള് വൈക്കര അന്ന ഖലാ അല്ലാഹി അലൈഹി മാളിൻ. അള്ളാഹുവിന്റെ വിധി എൻ്റെ മേൽ നടക്കും. അവൻ നിശ്ചയിച്ച വേദന ഞാൻ അനുഭവിക്കണം, അവൻ നിശ്ചയിച്ച കാലം ഞാൻ രോഗിയായിരിക്കണം എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഉറപ്പുള്ള ഒരാളാണെങ്കിൽ ലം യഖ്ദഹു ഫീ തവക്കുലിഹി തആതീഹിൽ അസ്ബാബ. അവൻ രോഗശമനത്തിന് അല്ലാഹു തആല രോഗം മാറ്റാൻ കാരണമാകുന്ന മരുന്ന് ഉപയോഗിക്കൽ അവന്റെ തവക്കുലിനെതിരായി വരുന്നില്ല. അവന്റെ ഈമാനിന് കോട്ടം വരൂല. കാരണം അവന് ഉറപ്പുണ്ട് അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. അതിന് കാരണമാണ് ഈ മരുന്ന്. ഇത് സബബാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. കാരണങ്ങൾ ഉണ്ടാക്കുന്നവനാണ് അല്ലാഹു തആല. അല്ലാഹു തന്നെയാണ് ഈ കാരണം ഉണ്ടാക്കിയവൻ. അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ചാൽ അല്ലാഹു എൻ്റെ രോഗം ശമനമാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മരുന്ന് കഴിച്ച് ചികിത്സിക്കുന്നതിന് കുഴപ്പമില്ല. എന്തുകൊണ്ട്? ലിത്തിബാഅൻ സുന്നത്തിഹി തആല, അല്ലാഹുവിന്റെ പതിവിനും വസുന്നത്തി റസൂലിഹി, അവന്റെ റസൂലിന്റെ സുന്നത്തിനും ചര്യയ്ക്കും പിൻപറ്റിക്കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതൊരിക്കലും തവക്കുലിനെതിരാകുന്നില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് ഈമാനിന്റെ അടിത്തറയാണ്. ഇവിടെ നമുക്ക് കുഫർ വരുന്നത് നമ്മൾ പേടിക്കണം. നോക്കണം നിങ്ങൾ. തുടർന്ന് അദ്ദേഹം പറയാ, വമൻകാര എഴുത്തക്കിതു, ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്നല്ല അദ്വിയത്തെ ത്വൽത്തിറുബിസമൈഹ, മരുന്നിന് അതിന്റെ പ്രകൃതി കൊണ്ട് തന്നെ രോഗം മാറ്റാൻ കഴിവുണ്ട്. അല്ലാഹു തആല ആ കഴിവ് ഉപയോഗപ്പെടുത്തണ്ട. അല്ലാഹു ശമനമാക്കുകയൊന്നും വേണ്ട. പാരസെറ്റാമോളിന് പനി മാറ്റാനുള്ള കഴിവുണ്ട്, കുറുന്തോട്ടിക്ക് വാദം മാറ്റാനുള്ള കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ഫലൈസ മുസ്ലിമൻ, അവൻ മുസ്ലിം അല്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയുടെ 173 പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നമ്മുടെ ഈമാൻ എവിടെയാണെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. ആ ഡോക്ടറാണ് എൻ്റെ രോഗം മാറ്റി തന്നത് നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത്തിക്കാതെ എന്താ നമുക്ക് അറിഞ്ഞൂടാ. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് എൻ്റെ രോഗം മാറിയത്. ഞാൻ 4-5 ഡോക്ടർമാരെ കണ്ടു. ഒരാളുടെ മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യം കിട്ടിയില്ല. ആ ഡോക്ടറുടെ മരുന്ന് കഴിച്ചപ്പോഴാണ് മാറിയത്. ഡോക്ടർ മരുന്ന് തന്നു. അത് സബബ് മാത്രമാണ്. രോഗം മാറ്റിയവൻ അല്ലാഹുവാണ്. ആ ഡോക്ടറാണ് എൻ്റെ രോഗം മാറ്റിയത് എന്ന് വിശ്വസിച്ചാൽ, ആ ഗുളികയാണ് എൻ്റെ രോഗം മാറ്റിയത് എന്ന് വിശ്വസിച്ചാൽ ഫലൈസ മുസ്ലിമൻ, അവൻ മുസ്ലിം അല്ല എന്ന് വ്യക്തമായി തന്നെ. അവൻ 5 നേരം നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും സക്കാത്ത് കൊടുത്താലും, ഈ പറയുന്ന ആളുകളെ ആരാണെന്ന് നോക്കണം. ലോകത്തുള്ള ഏത് വിഭാഗം, ഇനി മുജാഹിദോ ജമാഅത്തോ സുന്നി ആരായിക്കോട്ടെ, ഒരാളുകളും ഇവരെ അവഗണിക്കാറില്ല, മഹാനരെ കുറ്റം പറയാറില്ല, മഹാരുടെ കിതാബ് ഉദ്ധരിക്കാത്തവരാരുമില്ല. അങ്ങനത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രാമാണികമായ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. അതിന്റെ 10-ാമത്തെ വാള്യം 173 പേജിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. നമുക്ക് പിന്നിപ്പോ ഡോക്ടർമാരെ അത്രമാത്രം തവക്കുല്, അല്ലാഹുവിൽ തവക്കുലൊന്നും നമുക്കില്ല. എന്നിട്ട് പറയുന്നത് നമ്മളെന്താ, വൽഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് പണ്ടപ്പോഴോ മദ്രസയിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടൊക്കെയുണ്ട്. പക്ഷെ ആ ഈമാൻ നമുക്കുണ്ടോ മുഅ്മിനീങ്ങളെ?
ഇത് കളകളാണ് വളരുന്നത്. ഈ കളകൾ പറിച്ചു കളയപ്പെടുന്നില്ല. നമ്മുടെ ഈമാനിന് കോട്ടം തട്ടുന്ന, കുഫർ നമ്മിലേക്ക് വരുത്തുന്ന, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന ഇത്തരം ചിന്താഗതികൾ നമുക്ക് എപ്പോഴും നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നല്ല, പലപ്പോഴും നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ ചികിത്സിക്കൽ നിർബന്ധമായൊരു കാര്യമൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫതദാവു, നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞെങ്കിലും ചികിത്സിക്കൽ നിർബന്ധമല്ല. നമ്മുടെ ഇമാമുകളോ നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തിലെ പണ്ഡിതന്മാരോ അത് നിർബന്ധമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് രോഗം വന്നാലും നിങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും അല്ലാഹുവിൽ തവക്കുലാക്കുകയും ചെയ്താൽ അതാണ് തന്റെ ഇടം, അതാണ് അസ്മ, അതാണ് പ്രവാചകന്മാരുടെ മാതൃകയും പൂർവ്വ അസ്മ എന്ന് പറയുന്ന ആ പ്രവാചകന്മാരിലും നമുക്ക് പഠിക്കേണ്ട മാതൃകയും അതാണ്. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സഹിക്കണം. എന്നാലും ചികിത്സിച്ചിട്ടെങ്കിലും ഹറാമൊന്നും വരൂല. ചികിത്സ നിർബന്ധമൊന്നുമല്ല. നമ്മുടെ പൂർവികരായ എത്രയോ ആളുകളുടെ ചരിത്രം കാണാം. ഏതായാലും മഹാനായ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ധരിക്കപ്പെടുന്ന ഒരു ഹദീസില് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ തസാലുൽ ഹുമ്മ വൽ മലീല, ഒരു പനിയും അതേപോലെ ക്ഷീണവും തളർച്ചയുമൊക്കെ മനുഷ്യന്മാർക്ക് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകിൽ അവധി ഒരടിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവനുണ്ടാകുന്ന പനിയും ആ തളർച്ചയും ക്ഷീണവുമൊക്കെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ട് അവൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ പേരിൽ, അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ പേരിൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് കൽ ബർദ, അവൻ മഞ്ഞുതുള്ളിയെ പോലെ അല്ലെങ്കിൽ ആലിപ്പഴം പോലെ, മഴയോടുകൂടെ വീഴുന്ന ആലിപ്പഴം, ബർദത്ത് ആലിപ്പഴം പോലെ ശുദ്ധിയായി ഒരു കളങ്കവുമില്ലാതെ ഭൂമിക്ക് മേലെ അവൻ നടക്കും. അവന്റെ മേൽ ഒരു കുറ്റവും ഉണ്ടാവില്ല, ഒരു പിഴവും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളായി മാറ്റാൻ അല്ലാഹു തആല നമുക്ക് തരുന്ന ഒന്നാണ് രോഗങ്ങൾ. അത് അല്ലാഹുവിന്റെ വിധിയാണ്, അല്ലാഹുവിന്റെ ഖളാഅാണ്, അല്ലാഹുവിന്റെ ഖദറാണ്. അത് തട്ടിക്കളയാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതാണ് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി. റസൂലുള്ളാഹി തങ്ങൾക്ക് വരുന്ന വഹയ്യ് എഴുതി വെക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ആളാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ വഹയ്യ് എഴുതുന്ന ആളാണ്. ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് കാരണമുണ്ടായിരുന്നത്, എനിക്ക് പനിയെ കൊണ്ട് തമ്പുരാന്, പനി അത് തുടർച്ചയായി തരണം തമ്പുരാന് എന്ന് എപ്പോഴും ദ്വാരക്കുമായിരുന്നു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്നും പനി, ഗുരുതരമായ രോഗമല്ല, എന്നാ രോഗം തന്നെ, പനി പനി പനി, എപ്പോഴും പനിയാണ്. അങ്ങനെ ആ പനിയിലായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചത്. അതേപോലെ വേറെ ചില അൻസാരികളായ ചില സഹാബാക്കളും അങ്ങനെ ദ്വാരുന്നു. അവർ മരണം വരെ പനി അനുഭവിച്ചുവെന്ന് ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹിയയുടെ 4-ാമത്തെ വാള്യം 248-ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട് അത്തരം സഹാബാക്കളെ കുറിച്ച്. അള്ളാഹിനോട് പനി ചോദിച്ചു വാങ്ങിയ സഹാബാക്കളാണ്. പനി വേണം, പനി വേണം എന്ന് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങി പനിച്ചു മരിച്ച സഹാബാക്കൾ. കാരണം ഇത് അള്ളാഹു കൂലി തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എത്രയോ സഹാബാക്കളെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി, 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. 70,000 ആളുകൾ, ഈ സമുദായത്തിലെ 70,000 ആളുകൾ, അവരെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ ഒരു മലക്കും തടയൂല, ഒരാളും ചോദ്യം ചോദിക്കൂല, അവരുടെ കിതാബ് കെട്ട് പരിശോധിക്കൂല, അവർക്ക് ഹിസാബില്ല, കണക്ക് ചോദ്യം ഒന്നുമില്ല. നേരെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന 70,000 ആളുകൾ ഈ സമുദായത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് സഹാബാക്കൾ ചർച്ചയായി, ആരായിരിക്കും അത്? ബദരീങ്ങളാവും, ഉഹദീങ്ങളാവും, സഹാബാക്കളാവും എന്നൊക്കെ പറഞ്ഞ് പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാം. അപ്പൊ റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് പുറത്തേക്ക്, റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വരുന്നതല്ല ആ പറഞ്ഞ വിഭാഗം. ഒരു ഹിസാബും ചോദ്യം, നിസ്കാരോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും പരിശോധിക്കാതെ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും ധൈര്യസമേതം കയറിപ്പോവുകയും ചെയ്യുന്ന ആ 70,000 ആളുകൾ
ഹുമുല്ലദീന ലാ യതതയ്യറൂന വലാ യക്തബൂന വലാ യസ്തർഖൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവര് ഹുമുല്ലദീന ലാ യതതയ്യറൂന, ലക്ഷണം നോക്കാത്ത ആളുകളാണ്. ഉസ്താദേ 12ാം തീയതി നഴ്സുണ്ടോ എന്നൊന്നും അവർ വിളിച്ച് ചോദിക്കൂല. നഴ്സ് അന്വേഷിക്കുന്ന ആളുകളൊന്നും അല്ല അവര് ലക്ഷണം നോക്കുന്ന ആളുകളൊന്നും അല്ല. അത്തരം സ്വഭാവമൊന്നും അവർക്കില്ല. അവർ അള്ളാഹുവിൽ തവക്കുലാക്കിയവരാ. പിന്നെ ഇനി എല്ലാ ദിവസവും അവർക്ക് നല്ല ദിവസമാണ്, മോശപ്പെട്ട ദിവസം പറയാനൊന്നുമില്ല. ലായത്തയ്യറൂന, അവർ ലക്ഷണം നോക്കുന്നവരല്ല. ഒലായത്തൂന, അവർ റേഡിയേഷൻ നടത്തുന്നവരുമല്ല. ചൂട് കൊണ്ടുള്ള ചികിത്സ, അതിനാണല്ലോ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് റേഡിയേഷൻ നടത്തും, ചൂട് വെച്ചിട്ടുള്ള ചികിത്സ. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. ഇന്നത്തെ രൂപത്തിലുള്ള യന്ത്രമല്ല, സൗകര്യങ്ങളല്ല, വേറെയാണ് എന്ന് മാത്രം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഈ രോഗമായിരുന്നു. അദ്ദേഹത്തെ പല പ്രാവശ്യം റേഡിയേഷൻ നടത്തിയിട്ടുണ്ട്. ആ രോഗകോശങ്ങൾ കരിക്കാൻ വേണ്ടി ചൂട് വെച്ചിട്ടുണ്ട്. ഏതാവട്ടെ വലായക്കത്തൂന, അവർ റേഡിയേഷൻ നടത്തൂല. അവർ ക്യാൻസറിന്റെ രോഗകോശങ്ങളെ കരിക്കുന്ന റേഡിയേഷൻ നടത്തുന്ന ആളുകളല്ല. വലായസ്തർഖൂന, രോഗം വന്നാൽ അവർ ചികിത്സിക്കൂല, അവർ മന്ത്രിക്കുകയില്ല, അവർ ഖുർആനോദി പോലും മന്ത്രിക്കൂല. പദാർത്ഥ ചികിത്സയുമില്ല, അതേപോലെ തന്നെ ആത്മീയ ചികിത്സയുമില്ലാത്ത ഒരു വിഭാഗമാണ് അവര്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുലാക്കിയവരാണ്. അവർക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക്, ആ 70,000 ആളുകൾക്ക് അള്ളാഹു സ്വർഗപ്രവേശം നൽകുമെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയുടെ 10ാമത്തെ വാള്യം 173ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഹാദാ മിൻ സിഫത്തിൽ ഔലിയാ, ഇത് അള്ളാഹിന്റെ ഔലിയാക്കന്മാരുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. ചികിത്സിക്കാതിരിക്കുക. അൽ മുഈനിന അലി ദുനിയാ വഅസ്ബാബിഹാ വഅലായികിഹാ, അവർ ദുനിയാവിന്റെ ഭൗതിക ലോകത്തിന്റെ കാരണങ്ങളിൽ നിന്നും അതിന്റെ ബന്ധനങ്ങളിൽ നിന്നുമൊക്കെ തിരിഞ്ഞു കളഞ്ഞവരാണ് അവർക്ക് ദുനിയാവ് വേണ്ട, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ വേണ്ട, ദുനിയാവിലെ ആനന്ദങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരല്ല അവർ അതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളഞ്ഞവരാണ്. വഹൗലായി ഖവാസുൽ ഔലിയായി, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രത്യേകക്കാരായ ആളുകളാണ് ഈ കൂട്ടര് എന്ന് മഹാനായ ഇബ്നുൽ അസീർ തങ്ങൾ പറഞ്ഞത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയുടെ അടുത്ത പേജിൽ തന്നെ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സിക്കൽ തന്നെ തെറ്റാണ്. കാരണം അവരുടെ മുമ്പിൽ അള്ളാഹ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് രോഗം പറയാൻ കഴിയില്ല. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്, എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. എൻ്റെയൊക്കെ ഉസ്താദുമാരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പണത്തിന് വേണ്ടി ജീവിക്കുന്ന മൗലവിമാരാകുന്നതിന്റെ മുമ്പ് ആഖിറത്തിന് വേണ്ടി ജീവിച്ച ഉലമാക്കളായിരുന്ന കാലഘട്ടത്തിലെ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു, അവിഭക്ത സമസ്തയുടെ പ്രസിഡന്റായിരുന്നു, സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ കെ സദഖത്തുള്ള മൗലവി, വണ്ടൂരിൽ മറവിട്ട് കിടക്കുന്ന മഹാൻ. അല്ലാഹു തആല അദ്ദേഹത്തോട് നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന് കരശലായ ഷുഗർ ഉണ്ടായിരുന്നു, പ്രമേഹ രോഗിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അദ്ദേഹം ഒരു ഔലിയനെ കാണാനും പോകൂല, പക്ഷെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വണ്ടൂര് പള്ളിയിൽ അദ്ദേഹം ദർസ് നടത്തുന്നിടത്ത് ആലുവായി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ രണ്ടാൾക്കും ചായ കൊണ്ടുവരാൻ പറഞ്ഞു. കടയിൽ പോയി ചായ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു പൊതിയില്, ഷെയ്ഖുനാക്ക് ഷുഗർ ആയതുകൊണ്ട് ഒരു പൊതിയില് പഞ്ചസാര പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്നു. അല്ല, ചായ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കറിന്റെ അടുത്ത് കുടിച്ചപ്പോൾ മധുരമില്ലാത്ത ചായയെ. അപ്പൊ എന്താ അതിൽ മധുരമില്ലല്ലോ എന്ന് ആലുവായി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞപ്പോ ഷെയ്ഖുന പറഞ്ഞു, എനിക്ക് മധുരമില്ലാത്തതാ കൊണ്ടുവരാ, ചായ കുട്ടികൾക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കാനുള്ള പേടി കൊണ്ട് ചായ മാറിക്കൊണ്ടിരായി, അതിങ്ങോട്ട് തന്നാൽ മതി, ഞാൻ കുടിക്കും, അത് നിങ്ങൾ കുടിച്ചോളിയും വന്നു. അപ്പൊ മുമ്പര് പറയാൻ പറ്റൂല, കുറച്ച് പഞ്ചാര വാങ്ങിക്കൊണ്ടുവരികയും വന്നു. അപ്പടാ ഒരു ചായക്കുള്ള പഞ്ചാര വാങ്ങിക്കുക പറഞ്ഞപ്പോ മുമ്പര് പറഞ്ഞു, പോരാ, ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങിക്കുവാന്ന് പറഞ്ഞു കുട്ടികളോട്. അപ്പൊ പഠിക്കുന്ന കുട്ടികൾ പോയിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ, ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ റൂട്ടിൽ KSRTC റൂട്ടിൽ ആർക്കും അറിയാത്ത സിയാറത്ത് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മൂപ്പരുടെ ആ മക്കാം. ആ മൂപ്പര് പഞ്ചസാര കൊണ്ടുവന്നിട്ട് ഷെയ്ഖുനായുടെ ചായയിലേക്ക് കണ്ട് കൊടുത്തു. ഈ പഞ്ചസാര ഒന്നിച്ച് ഷുഗർ രോഗിന്റെ ചായയിലേക്കാണ് കൊടുക്കുന്നത്. ഷെയ്ഖുനയാവട്ടെ അത് അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ്, ആർക്കും അറിയാം, വേഷം കെട്ടിയ ഔലിയൊന്നുമല്ല. അദ്ദേഹം ആ പഞ്ചസാര മുഴുവൻ ഇളക്കി ചായ കുടിച്ചു. ബാക്കിയുള്ള പഞ്ചസാര വിരല് കൊണ്ട് തുടച്ചെടുത്തിട്ട് അന്ന് വായിൽ തേച്ചിട്ട് അത് മുഴുവൻ ഇറക്കി. അതോടുകൂടെ ഷെയ്ഖുനായുടെ ഷുഗർ മാറി.
പ്രമേഹം മാറി. പിന്നെ കാലം കുറേ കഴിഞ്ഞു, ഷുഗറിന് മരുന്നൊന്നും കഴിക്കാറില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പ് കടിച്ച കഥ നമ്മളറിയാലോ. റസൂലുള്ളാഹിന്റെ തുപ്പല് വെച്ചപ്പോൾ എന്തായി? അബൂബക്കർ സിദ്ദീഖിന്റെ വിഷം അവിടെ അടങ്ങി. മരിക്കാൻ നേരത്ത് ഈ വിഷം ഇളകി. അപ്പോൾ വൈദ്യന്മാർ വന്നിട്ട് പറഞ്ഞു വിഷം ഇളകിയിട്ടുണ്ട്, വിഷത്തിന് ചികിത്സിക്കണം. അപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഇനി ആരും ചികിത്സിക്കണ്ട, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇനി അതിനാരും ഇടപെടണ്ടാന്ന്. ചികിത്സ നിർത്തി, മൂപ്പര് മരിച്ചു. അതേപോലെ ശൈഖുന വീണ്ടും PVS ഹോസ്പിറ്റലിൽ, കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ CK രാമേന്ദ്രനാണ് ചികിത്സിക്കുന്നത്. അദ്ദേഹം എന്ത് മരുന്ന് ചെയ്തിട്ട് മൂപ്പരുടെ പനി വിട്ടുമാറാതായപ്പോൾ CK രാമേന്ദ്രന് സംശയം, ഷുഗർ ഉണ്ടോന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു എനിക്ക് ഇതുവരെ ഷുഗർ ഇല്ലല്ലോ, ഷുഗർ മാറിയതാണല്ലോ. അപ്പോൾ CK രാമേന്ദ്രൻ നഴ്സുമാരോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ 600ന്റെ മേലെയാണ്. അതിന് CK രാമേന്ദ്രൻ പറഞ്ഞു ഉടനെ മരുന്ന് ചെയ്യണം പറഞ്ഞു. അപ്പോൾ ശൈഖുന പറഞ്ഞു ഇനി മരുന്ന് ചെയ്യണ്ട, അതിന്റെ സമയം കഴിഞ്ഞു. ഇത് അള്ളാഹു താല അവന്റെ ഔലിയാക്കളിലൂടെ മാറ്റിക്കൊടുത്തതാ. ഇനി അത് തിരിച്ചു വരുന്നത് അള്ളാഹുവിന്റെ ഖദറാണ്. ഇനി അത് മാറ്റാൻ ലോകത്താരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഇനി ചികിത്സിക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവർകള്, അദ്ദേഹത്തിന് കലശലായ രോഗം, മാരകമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ്. നാടിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ പോയി ഒരുപാട് വൈദ്യന്മാരെ കൊണ്ടുവന്നു. മമ്പുറം തങ്ങളുടെ സൂക്കർ കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവസാനം പരപ്പനങ്ങാടിയിലുള്ള വേലു എന്ന് പറയുന്ന ഈഴവൻ, ഒരു തീയം വൈദ്യര്, ആ പരമ്പര ഇപ്പോഴും പരപ്പനങ്ങാടിയിലുണ്ട്, വേലു വൈദ്യന്റെ പരമ്പര. ആ വേലു വൈദ്യം വന്നിട്ട് നാടി പിടിച്ച് നോക്കിയത്ര മമ്പുറം തങ്ങളുടെ, ഇത് കിസ്സല്ല കേട്ടോ, കഥയല്ല, ചരിത്രമാണ്. ആ വേലു വൈദ്യം വന്നിട്ട് നാടി പിടിച്ച് നോക്കിയിട്ട് തൊട ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. അപ്പൊ മൂപ്പര് മമ്പുറം തങ്ങൾ ഇയാളുടെ തലയിൽ കൈവിട്ടിട്ട് പറഞ്ഞു നീയാടാ വൈദ്യൻ, നീ പോയി ചികിത്സിച്ചു. എന്നെ ചികിത്സിക്കണ്ട, നീയാണ് വൈദ്യൻ, നീ പോയി ചികിത്സിച്ചു. എന്താ സംഭവം? ചേറൂർ പടയിൽ മൂപ്പര് പങ്കെടുത്തപ്പോ എതിരാളികളുടെ വെടിയേറ്റിട്ടുണ്ട് തൊടയിൽ. യുദ്ധത്തിൽ വെടിയേറ്റതാ മമ്പുറം തങ്ങൾക്ക്. ആ വെടിയുണ്ട കാലിന്റെ തൊടയിലുണ്ട്, അത് ആർക്കും അറിഞ്ഞുകൂടാ. അത് തൊടയിൽ കിടന്ന് പഴുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ രോഗത്തിന്റെ കാരണം. അത് ആർക്കും അറിയൂല, അദ്ദേഹം ആരോടും പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഔലിയാക്കന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുരുക്കട്ടെ, അന്ന മുലാഹലത്തൽ അസ്ബാബി വൽ ഇഅ്തിമാദ അലൈഹ, രോഗശമനത്തിന് കാരണമാകുന്ന മരുന്നുകൾ ഉപയോഗിക്കലും അതിൽ അവലംബിക്കലും ശിർക്കും ഫി തൗഹീദി, അത്തരക്കാർക്ക് ശിർക്കാണ്, അവർക്കത് ഹറാമാണ്, ഷിർക്കാണ് എന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ 2ാം വാള്യം അല്ല 4ാമത്തെ വാള്യം 210ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും, അവർക്കുണ്ടാവാം. അത്തരം ആളുകൾ ആ നിലയിൽ തന്നെ പോയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളോട് റസൂലുള്ള പറയുന്നുണ്ട് ഒരിക്കൽ, ഇദസ്തഅൻത, നീ ആരോടെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ ഫസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവോട് മാത്രം ചോദിച്ചാൽ മതി. എന്താ ആ പദവിയിലാ മഹാനവറുകള്. അവർക്ക് ഇനി ചികിത്സിക്കാൻ പാടില്ല, അവർക്ക് ലക്ഷണം നോക്കാൻ പറ്റൂല, അവർക്ക് മരുന്ന് കഴിക്കാൻ പാടില്ല. അവരാ നിലയിലുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിലെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ മഹാന്മാരാണ് അത്തരം ആളുകൾ. അതുകൊണ്ടാണ് മഹാനായ ഖുസാഅത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു അനി ദവായി വറുഖ, രോഗത്തിന് മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ചും വറുഖ, മന്ത്ര ചികിത്സയെ കുറിച്ചും. പദാർത്ഥം കൊണ്ടുള്ള ചികിത്സ, മന്ത്രം കൊണ്ടുള്ള ഖുർആൻ കൊണ്ടും മറ്റുമുള്ള ചികിത്സ. ഹൽ യറുദ്ദു മിൻ ഖദരില്ല, അത് അല്ലാഹുവിന്റെ ഖദറിനെ തട്ടിക്കളയുമോ? വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്നത് തട്ടിക്കളയാൻ മന്ത്ര ചികിത്സയ്ക്കോ പദാർത്ഥ ചികിത്സിക്കയോ കഴിയുമോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി ഹിയ മിൻ ഖദരില്ല, അതും അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. മന്ത്രം കൊണ്ടുള്ള ചികിത്സയായാലും അതേപോലെ മരുന്ന് കൊണ്ടുള്ള ചികിത്സയായാലും അതും അല്ലാഹുവിന്റെ ഖദറാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി ഇമാം തിർമിദിയും ഇബ്നു മാജയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഹ്യയുടെ 4ാം വാള്യം 244ാമത്തെ പേജിൽ ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് തട്ടിപ്പുകൾക്ക് വിധേയമാക്കപ്പെടുന്ന വ്യാജ ചികിത്സകൾ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട മൂല്യന്മാരുടെ വ്യാജ ചികിത്സ. മൂല്യന്മാരുടെ വ്യാജ ചികിത്സ ഒരു ഭാഗത്തുണ്ട്, അതിന്റെ 100 ഇരട്ടി ചികിത്സയാണ്
വ്യാജ ചികിത്സ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്. അവര് മനുഷ്യനെ കൊന്നാലും നമുക്കത് വ്യാജ ചികിത്സയാണെന്ന് ബോധ്യപ്പെടുന്നില്ല. നമ്മുടെ അബദ്ധാവ് ഏതായാലും എല്ലാ ചികിത്സയിലും വ്യാജ ചികിത്സകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ പഴിച്ചു പോകും, കാഫിറായി പോകും. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ സൗകര്യപ്പെട്ടാൽ ആ ഭാഗം നമുക്ക് വിശദീകരിക്കാം. ഇന്ന് സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹു മിന്നാ യസീറ അഅ്മാലിനാ വഅഅ്മാലിക്കും യാ അർഹമർ റഹീമീൻ. നമ്മുടെ മദ്രസ പെരുന്നാൾ അവധി കഴിഞ്ഞ് നാളെ